വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ ഇന്ന് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തി റോളെന്നോ എഗ്ഗ് റോളെന്നോ എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ എന്തായിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഡയറ്റ് നോക്കുന്നവർക്കും പറ്റും, കാരണം എഗ്ഗും ചപ്പാത്തിയും ഒക്കെ ലെഫ്റ്റ് ഓവർ ചപ്പാത്തി വെച്ചാണെങ്കിലും ഫ്രഷ് ചപ്പാത്തി വെച്ചാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 റോൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള വെജിറ്റബിൾസാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. 2 ക്യാരറ്റ്, 2 സവോള, ഒരു ഹാഫ് ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ക്യാപ്സിക്ക ഫുള്ള് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതൊന്നും നമുക്ക് അതില്ല, പച്ചക്കറിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഞാൻ എല്ലാം ദാ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞെടുക്കുമ്പോഴായിരിക്കും അത് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ റോൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നിന്ന് താഴേക്ക് പോകാനും അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് നീളത്തിൽ അരിഞ്ഞെടുക്കുന്ന എപ്പോഴും വെജിറ്റബിൾസ് നല്ല, നമ്മൾ റോളിനകത്തിലും അങ്ങനെ തന്നെയല്ലേ കാണാറ്. അപ്പോൾ ദാ നീളത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ഏത് വേണമെങ്കിലും ഒഴിക്കാം. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അരിഞ്ഞ് വെച്ച് സവോള ഇട്ട് കൊടുത്തു. സവോളയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ക്യാരറ്റും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഈ പച്ചക്കറികളൊന്നും ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാവുന്നത് പോലെ വേണം. പിന്നെ നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ, അല്ല നമ്മൾ ഭയങ്കരമായിട്ട് ക്രിസ്പി ആയിട്ട് അങ്ങനെ ഒരിക്കലും വെന്ത് പോകണ്ട കേട്ടോ. അതിനൊരു ടേസ്റ്റ് കാണില്ല. നമ്മളിങ്ങനെ റോൾസ് ഉണ്ടാക്കുമ്പോൾ പച്ചക്കറി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഒരു എന്താ പറയണ്ടേ, ഒരു വഴണ്ടിരുന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ പച്ചക്കറി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ഇതിനകത്തിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാത്തത്. പിന്നെ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് സോട്ടായി വന്ന സമയത്ത് നമ്മളിതുപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ അവർക്ക് കൊടുക്കുന്നതായതുകൊണ്ട് അതെല്ലാം കുറച്ചാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുരുമുളക് പൊടി അവർക്കുള്ളത് കുറച്ച് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഒരു ചപ്പാത്തിയിലേക്ക് 2 എഗ്ഗാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചില്ലി ഫ്ലേക്സ് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ അതും ചേർക്കാം, അല്ലെങ്കിൽ മുളക് പൊടി വേണമെങ്കിൽ അത് ചേർക്കാം. ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കാണാനും ഒരു ഭംഗിയുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇടുന്നത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നത്. അതാ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചില മാറ്റങ്ങളൊക്കെ വരുത്തി തന്നെ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ എങ്ങനെയാണ് പൊതുവായിട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അതുപോലെ ഞാനിവിടെ ഒരു 4 ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ലെഫ്റ്റ് ഓവർ ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ചപ്പാത്തി ആണെങ്കിൽ അതും എടുക്കാം. നമുക്കിപ്പോൾ ലെഫ്റ്റ് ഓവർ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് എന്ത് ചെയ്യാം എന്നുള്ള ഒരു റെസിപ്പി നോക്കുവാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കാം. ഞാൻ അതിൻ്റെ റെസിപ്പിയായിട്ട് ഇട്ടിട്ടില്ല, ജസ്റ്റ് ഷോർട്സ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വിശദമായിട്ടുള്ള റെസിപ്പി വേണമെങ്കിൽ ഞാൻ അതും ആഡ് ചെയ്യാം. അപ്പോൾ അതുപോലെ കല്ലൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം മുട്ട ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ ചപ്പാത്തി വെച്ച് കൊടുക്കണം. എന്നാലേ ചപ്പാത്തി നന്നായിട്ട് അതിൽ ഒട്ടി പിടിക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് വെന്ത് വരുന്നതിന് മുമ്പ് നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒന്ന് തിരിച്ചിട്ടും അതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒന്ന് തിരിച്ചിട്ടും കൂടെ ഒന്ന് വേവിക്കണം. കാരണം മുട്ടയുടെ മറ്റേ വശവും കൂടെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒന്ന് തിരിച്ചിട്ടും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇതെടുത്തൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസോട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 സ്പൂണ് ടൊമാറ്റോ സോസാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം, അതുപോലെ മയോണൈസ് ചേർത്ത് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് വരുത്താം. പിന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊരു ഔട്ടർ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ബാക്കി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആണെങ്കിലും സോസ് ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ കുട്ടികൾക്ക് ടിഫിനൊക്കെ ആയിട്ടും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ലെഫ്റ്റ് ഓവർ ചപ്പാത്തി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഡയറ്റ് നോക്കുന്നവർക്കാണെങ്കിലും അധികം സോസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഡയറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ റെസിപ്പി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. എന്നും ഇപ്പം ചപ്പാത്തിക്ക് ഒരു കറി വേണം, കറികൾ നമുക്ക് ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ ഒരു ഇതില്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ്
അല്ലെങ്കിൽ ഡിന്നർ ഒക്കെയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്ര നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.